സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ പ്രമുഖ സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാൽ, ആലത്തൂരിൽ രമ്യ ഹരിദാസ് എന്നിവർ പത്രിക സമർപ്പിച്ചു. വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം ആവേശക്കാഴ്ചയാക്കി ബി.ജെ.പി. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ റോഡ് ഷോ വയനാട്ടിൽ നടന്നു. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുടെ റോഡ് ഷോ വയനാട്ടിൽ നടക്കുകയാണ്. വലിയ സ്വീകരണമായിരുന്നു സ്മൃതി ഇറാനിക്ക് വയനാട് നൽകിയത്. ഇന്നലെ ആവേശമായ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് ശേഷം ഇന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് വേണ്ടിയുള്ള റോഡ് ഷോയാണ് വയനാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. അമേഠി രാഹുൽ ഗാന്ധിയെ തറ പറ്റിച്ച കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് എത്തുമ്പോൾ വലിയ രാഷ്ട്രീയ ചിത്രമാണ് തെളിയുന്നത്. വയനാട്ടിൽ അമേഠിയിലെ സാഹചര്യമാണ് നിലവിൽ, പഴയ അമേഠിയിലെ സാഹചര്യമാണ് നിലവിൽ വയനാട്ടിലെന്നാണ് അല്പസമയം മുൻപ് സ്മൃതി ഇറാനി പ്രതികരിച്ചത്. അതിന് മാറ്റം വേണമെന്നും അവർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അമേഠിക്ക് സമാനമായ അനുഭവമാണ് വയനാട്ടിൽ നിന്നാണ് സ്മൃതി ഇറാനി പ്രതികരിച്ചത്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറുടെ റോഡ് ഷോയും നടന്നിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ ജയം സുനിശ്ചിതമാണെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചു. നിരവധി മലയാളികൾ പ്രവാസികളായുണ്ട്. ഇവർക്ക് അതത് രാജ്യങ്ങളിൽ സ്വീകാര്യത കിട്ടിയത് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. പ്രവാസി ക്ഷേമത്തിന് കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണമെന്നും എസ് ജയശങ്കർ ന്യൂസ് 18നോട്. കേന്ദ്രമന്ത്രി എസ് ജയശങ്കറാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. സർ, in unprecedented terms, the Prime Minister evolving as a global leader is becoming a talk of the election. So people believe that you are the man behind it. So how do you think this Prime Minister's posture as a global leader will affect these elections? See, look from perspective of Kerala, because of Modi ji, today in the Gulf, we have so much respect. You know, so many people today are benefiting. You can see UAE, Saudi Arabia, Qatar, all of them have a different attitude towards India. So we work as a team. We want the team to be stronger. We want this man to be in the team. About the Kachidib issue that has been recently raised, can we think that after BJP coming to power again we will solve the issue? The main issue is that DMK, they were saying we are champions of fishermen. Actually, they had given their agreement inside the room to everything. So, the issue right now is people should know the truth. That is the main issue. Why fishermen today are having problems? That is something which people should know. What was the role of DMK? That is the issue. And the other question is like about the... I'll talk to you later. With this,
Okay, at what time can we meet, sir? And sir, one question on. So one question on India's role in United Nations. United Nations. We are big role. Ambassador Srinivasan is there. Ask him. So how do you see his prospects of winning? His prospect very good, very strong. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് ഇപ്പോൾ നോമിനേഷൻ നൽകാനായി പോകുന്നത്. അദ്ദേഹത്തോടൊപ്പമാണ് ഡോക്ടർ എസ് ജയശങ്കർ ഈ പ്രചരണ ജാഥയിൽ ഉള്ളത്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് എന്ന് ഡോക്ടർ എസ് ജയശങ്കർ പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ തികഞ്ഞു വിജയപ്രതീക്ഷയിലാണെന്നും അദ്ദേഹം ജയിക്കുമെന്നും ഈ പുതിയ മോദി മന്ത്രിസഭയിൽ അദ്ദേഹം കൂടി ഉണ്ടാകുമെന്നും ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 തിരുവനന്തപുരം.